ഇവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് പാലിക്കുക. ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. കൃപയാൽ തലകുനിച്ചു നിന്നോട്ടെ. സഭയുടെ ശാന്തിക്കും നന്മയ്ക്കും സന്നദ്ധിയ ഉന്മേലൊന്നാം ദ്രുതത്തെ സ്തുതി മഹിമാവുന്നതി അതിനു തന്റെ സഭയുടെ ശാന്തിക്കും നന്മയ്ക്കും സന്നദ്ധിയ ദൈവത്തിന്റെ പരിശുദ്ധ സഭയിലെ ശുശ്രൂഷയ്ക്കും മധുവായുടെ ഭൂഷണത്തിനും സ്തുതിഗായകന്മാരുടെ കൂട്ടത്തിൽ ചേർക്കപ്പെടേണ്ടതിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഗീവർഗീസ് മുദ്രകുത്തി വർദ്ധിരിക്കപ്പെട്ട് പ്രതീക്ഷിക്കപ്പെടുന്നു. പരിശുദ്ധ സഭയിലെ ശുശ്രൂഷയ്ക്കും മധുവായുടെ ഭൂഷണത്തിനും സ്തുതിഗായകന്മാരുടെ കൂട്ടത്തിൽ ചേർക്കപ്പെടേണ്ടതിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തോമസ് മുദ്രകുത്തി വേർതിരിക്കപ്പെട്ട് പ്രതിഷ്ഠിക്കപ്പെടുന്നു. പരിശുദ്ധ മദ്ബഹായിലെ ശുശ്രൂഷയ്ക്കായി പരിശുദ്ധ റൂഹ നിങ്ങളെ വിളിക്കുന്നു. യജമാനൻ വാരുമാ
പരിശുദ്ധനായ ഞങ്ങളുടെയോനാ മശീഹാ നിജ ഹൃദയാ ലീവനൻ ഹൃദയമേ ക്രിസ്തു നിവനിച്ചോനെ നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ. ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ. പാർക്കുമോ? അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഈവൻഗെലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധമായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും സുവിശേഷിച്ച സുവിശേഷകനായ വിശുദ്ധനായ യൂഹാനോൻ സ്ലീഹായിൽ നിന്നും കന്യകമറിയാമിൽ നിന്നും ശരീരമെടുത്ത ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവയൊക്കെയും ഇപ്രകാരം തന്നെ സംഭവിച്ചു. നിങ്ങൾ അധിക ഫലം പുറപ്പെടുവിക്കുകയും എൻ്റെ ശിഷ്യന്മാരായി തീരുകയും ചെയ്യുന്നതിനാൽ പിതാവ് മഹിമയുള്ളവനായി തീരുന്നു. എൻ്റെ പിതാവിനെ സ്നേഹിച്ചതുപോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ തന്നെ വസിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ കൽപ്പനകളെ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനുമായി ഞാനിവ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നുള്ളതാകുന്നു എൻ്റെ കൽപ്പന.
ഒരുവൻ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലുതായിട്ടുള്ള സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതെല്ലാം നിങ്ങൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരായിരിക്കും. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ദാസൻ തൻ്റെ യജമാനൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് അറിയുന്നില്ല. എന്നാൽ ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് ഞാൻ വിളിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വെച്ചു വരിക്കുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിപ്പാനായി ഞാനിങ്ങനെ കൽപ്പിക്കുന്നു. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് മുമ്പേ അതെന്നെ ദ്വേഷിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങൾ ലോകസംബന്ധികളായിരുന്നു എങ്കിൽ ലോകം സ്വന്തമായിട്ടുള്ളതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകസംബന്ധികളല്ല, എന്തെന്നാൽ ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നത് എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുമുണ്ടാകട്ടെ. കാണപ്പെടാതല്ലാത്ത നിന്റെ വലതുകരം നീട്ടി ഞങ്ങളുടെ കർത്താവും എന്നേക്ക് ഞങ്ങളുടെ ദൈവമായുള്ളവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമശിഹാകുന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇതനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിച്ചവരും സംബന്ധിക്കുന്നവരുമായി എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവം തമ്പുരാന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതിദേവാലേ you.
ഭക്ഷിച്ചുവെന്ന നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തുവെന്നുള്ള നിന്റെ തിരുരക്തവും നിന്റെ അടിയാരാകുന്ന ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായിട്ട് തീരരുതേ. എന്നാലോ ജീവനും രക്ഷയ്ക്കുമായിട്ട് തന്നെ ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ.
പോലെ വറോവൽ റോഹോകാദേശോ ഒരുപോലെങ്ങും അർവസേലിയോ ഭാഗ്യം നിവിയോഗോ ഭാഗ്യം സ്മീയോഗോ ഭാഗ്യം സകലേഗോ ശലാബോല വറോവൽ റോഹോകാദേശോ സ്വർഗത്തിലെ മാലാഖമാരുടെ സ്തുതിഗാനങ്ങളിൽ ഇമ്പപ്പെടുന്നവനായ ദൈവം തമ്പുരാൻ ശുദ്ധിമാന്മാരുടെയും ശുദ്ധമതികളുടെയും മധ്യസ്ഥതയ്ക്ക് യഥോചിതം വാഴ്വുകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി അയച്ചു തരുന്ന സ്നേഹനിധിയായ കർത്താവ്, അവിടുത്തെ ദാസന് നമ്മുടെ കാവൽ പിതാവുമായ മോർ വെസേലിയോസിന്റെ മധ്യസ്ഥതയിൽ അഭയം തേടി ദൈവസന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന യാചനകളെ സ്വർഗത്തിൽ കൈക്കൊണ്ട് സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് വാഴ്വുകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി അയച്ചു തന്ന് നിങ്ങളെയും നിങ്ങൾക്കുള്ളവരെയും നിങ്ങൾക്കുള്ളതിനെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങളുടെ അധ്വാനങ്ങളെയും പ്രയത്നങ്ങളെയും പ്രവർത്തനങ്ങളെയും വാഴ്ത്തി നിങ്ങൾക്കുള്ളതിനെ ഒന്നിന് 30, 60, 100 മേനിയായി അവിടുന്ന് വർദ്ധിപ്പിക്കുമാറാകട്ടെ. അസ്വസ്ഥതകളും അസമാധാനവും നിറഞ്ഞ ഈ ലോക ജീവിത യാത്രയിൽ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്ന് കൽപ്പിച്ചരുളി ചെയ്ത ദൈവമായ കർത്താവിൻ്റെ നിത്യമായ സമാധാനവും ശാന്തിയും നിങ്ങളോടും നിങ്ങളുടെ ഇടയിലും ഭവനങ്ങളിലും ദേശത്തും അവിടുന്ന് നിലനിർത്തുമാറാകട്ടെ. ദൂരെയും ശാരയുമായി ചിതറി പാർക്കുന്നവരെ തൻ്റെ കരുണയുടെ ചിറകിൽ മറയ്ക്കട്ടെ. വാർദ്ധക്യത്തിലായിട്ടുള്ളവരെ താങ്ങട്ടെ. വിവാഹിതരെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറ സൽസ്വഭാവത്തിലും സാക്ഷ്യത്തിലും ദൈവാനുഭവത്തിലും വളരുന്നവരായി തീരുമാറാകട്ടെ. മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് കനാൻ നാട്ടിലേക്കുള്ള ദൈവജനത്തിൻ്റെ യാത്രയിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവരോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായി അനുഗ്രഹകരമായി വഴി നടത്തിയവനായ ദൈവം തമ്പുരാൻ അനുദിനം നിങ്ങളോട് കൂടെ ഇരുന്ന് ആപത്തനർത്ഥങ്ങളും ശാരീരിക മാനസിക സംഘർഷങ്ങളും പൈശാചുപദ്രവങ്ങളും കൂടാതെ തൻ്റെ കൃപയിലും കരുണയിലും കാത്തു പരിപാലിച്ച് വഴി നടത്തുമാറാകട്ടെ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അവകാശമാക്കിക്കൊള്ളുവീനെന്ന് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യുന്ന ഇമ്പവും മാധുര്യമുള്ള ശബ്ദം കേൾക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങൾക്കും നമ്മുടെ സകല പരേതർക്കും സംഗതിയാക്കട്ടെ. ആയത് ദൈവമാതാവാകുന്ന പരിശുദ്ധ കന്യകമറിയാമ്മയുടെയും മലങ്കരയുടെ കാവൽ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും നമ്മുടെ കർത്താവിൻ്റെ സ്ഥാനാപതിയും മുന്നോടിയുമായ മാർ യോഹാനോൻ മംദാനായുടെയും മലങ്കരയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായ മോർ ഗ്രിഗോറിയോസ് ദീവന്നാസ്യോസ് പിതാക്കന്മാരുടെയും പ്രത്യേകാൽ ആരുടെ നാമത്തിൽ ഈ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നുവോ, ഏത് പരിശുദ്ധന്റെ പെരുന്നാൾ നാം കൊണ്ടാടുന്നുവോ, ആ പുണ്യപിതാവായ മോർ വെസേലിയോസിൻ്റെയും പ്രാർത്ഥനയാലും മധ്യസ്ഥതയാലും
അപേക്ഷയാലും തന്നെ. ആമേൻ. അഭിമന്യ തിരുമനസിന്റെ അനുവാദത്തോടുകൂടി എല്ലാവർക്കും അല്പസമയം അവിടെ ഇരിക്കും. എല്ലാവിധ അനുകൂലമായ സാഹചര്യങ്ങളും എല്ലാം ദൈവം നമുക്കായി ഒരുക്കി തന്നതിൽ ദൈവത്തെ സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യാൻ. ഇന്ന് പ്രധാന പെരുന്നാൾ ദിവസമായിരുന്ന വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ചത് നമ്മുടെ ഇടവകയുടെ മെത്രാപ്പൊലീത്തയായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമനസ് കൊണ്ടാണ്. ഭദ്രാസന ഭരണത്തോടുകൂടി അഭിമന്യ പിതാവ് ഇപ്പോൾ പരിശുദ്ധ സഭയുടെ എപ്പിസ്കോപ്പൽ സിനോദോസിന്റെ സെക്രട്ടറിയായി കൂടെ സേവനം അനുഷ്ഠിക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അഭിമന്യ പിതാവിൽ നിന്ന് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ വേദനപ്പെടുന്നവരുടെ, അവരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു. തന്റെ ഗുരുവായ അഭിമന്യ ഭാഗ്യസ്മരണാർഹനായ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താദ്യോസ് തിരുമനസിനെ പോലെ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു പിതാവാണ് അഭിമന്യ ക്രിസോസ്റ്റമോസ് തിരുമേനി. ഇന്ന് നമ്മുടെ പെരുന്നാളിന് ഒരിടവകയിലേക്ക് എഴുന്നള്ളി വന്ന് പരിശുദ്ധ ബലി അർപ്പിച്ച് നമ്മളെ അനുഗ്രഹിച്ച അഭിമന്യ പിതാവിനോടുള്ള ഇടവകയുടെ നന്ദി തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഇരുവശങ്ങളിലുമുള്ള ത്രോണോസിൽ പരിശുദ്ധ ബലി അർപ്പിച്ച് നമ്മളെ അനുഗ്രഹിച്ച, വടക്കേ ത്രോണോസിൽ ബലി അർപ്പിച്ചത് നമ്മുടെ സമീപമുള്ള തെള്ളിയൂർ മാർ ബസേലിയോസ് ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട അനൂപച്ചൻ. അതുപോലെ തന്നെ തെക്കേ ത്രോണോസിൽ ബലി അർപ്പിച്ച് നമ്മളെ അനുഗ്രഹിച്ചത് മേമല സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ലിജു അച്ഛൻ. ഈ രണ്ട് വന്യവൈദിക ശ്രേഷ്ഠരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ഇന്നലെയും ഇന്നും നമ്മുടെ പെരുന്നാൾ ദിവസങ്ങളിൽ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ ഇടവകയുടെ തന്നെ ഭാഗമായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട എ.പി. തോമസ് അച്ഛൻ, ജിനു അച്ഛൻ, സച്ചിൻ അച്ഛൻ, ജെംസി അച്ഛൻ, അതുപോലെ തന്നെ നിതിൻ ഷമാശൻ, തിരുമേനിയോടൊപ്പം വന്ന തിരുമേനിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിതിൻ ഷമാശൻ തിരുമേനി, അതുപോലെ ഇത്രയും ഈ വന്യ വൈദിക ശ്രേഷ്ഠരോട് ഷമാശന്മാരോട് നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ തിരുമേനിയുടെ സാരഥിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട സാജനോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് പ്രധാന പെരുന്നാൾ ദിവസം നമുക്ക് നേർച്ച നൽകിയത് നമ്മുടെ ഇടവാംഗമായ കച്ചിറയ്ക്കൽ അശ്വിൻ ഷാജിയാണ്. അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അശ്വിൻ ലാജി, അദ്ദേഹത്തോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തെ ഭക്ഷണം നമുക്ക് നേർച്ചയായിട്ട് നൽകിയത് റോബിൻ ഷെറി കച്ചിറയ്ക്കലാണ്. അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ള നന്ദിയും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പെരുന്നാൾ ദിവസങ്ങളിൽ നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് വേണ്ട മറ്റു സഹായം ചെയ്തു തന്ന ശ്രീ ജേക്കബ് സജി കച്ചിറയ്ക്കൽ, ഷിബു കരോട്ട് കോയിക്കൽ, ഇവരോടുമുള്ള നന്ദിയും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ പെരുന്നാളിന് സൗണ്ട് സിസ്റ്റം ഏറ്റവും മനോഹരമായിട്ട് ക്രമീകരിച്ചു തന്ന പുഷ്പ സൗണ്ടിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം പ്രദക്ഷിണത്തിന് വാദ്യമേളം ക്രമീകരിച്ചത് നാദ അനശ്വര കലാസമിതിയാണ്. അവരോടുമുള്ള നന്ദിയും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അനേകം വർഷങ്ങളായിട്ട് നമ്മുടെ പ്രധാന പ്രദക്ഷിണത്തിന് വേണ്ട മെഴുകുതിരി ഭവനത്തിൽ തന്നെ നിർമ്മിച്ച് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇടവക അംഗമായ കച്ചിറയ്ക്കൽ മുള്ളൻകുഴിക്കൽ ശ്രീ ഏബ്രഹാം ഐസക്കാണ്. അത് അവരോടുമുള്ള നന്ദിയും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ പെരുന്നാളിന് വിശുദ്ധ കുർബാനയ്ക്ക് നമ്മുടെ ഈ ആരാധന ഏറ്റവും മനോഹരമാക്കുവാന് ഗാനങ്ങൾ ആലപിച്ചത് നമ്മുടെ ഇടവകയുടെ തന്നെ മക്കൾ പാടിയ ഗായക സംഘമാണ്. എല്ലാ ഗായക സംഘ അംഗങ്ങളോടുമുള്ള നന്ദിയും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ കൺവെൻഷനും അതുപോലെ തന്നെ
ഇന്ന് വിശുദ്ധ കുർബാനയ്ക്കും ഗായക സംഘത്തോടൊപ്പം കീബോർഡ് വായിച്ചത് നമ്മുടെ മുതുപാല സെന്റ് ജോർജ് ഇടവ അംഗമായ ശ്രീ ഷെറിനാണ്. ഷെറിനോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ മദ്ബഹായിലെ ശുശ്രൂഷകര്, പ്രധാന ശുശ്രൂഷകനായ PK കുര്യൻ, അതുപോലെ എല്ലാ വന്യ ശുശ്രൂഷകരോടുമുള്ള നന്ദിയും ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. ഈ പെരുന്നാൾ ഏറ്റവും മനോഹരമാക്കുവാൻ എന്നോടൊപ്പം ചേർന്ന് സഹകരിച്ച ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ ഇടവകയുടെ എല്ലാ മക്കളോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അല്പമായോ അധികമായോ നിങ്ങളുടെ എല്ലാം സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ പെരുന്നാൾ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടാടുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് ഇടയാക്കിയത്. അതിന് എല്ലാവരോടുമുള്ള, ഈ പെരുന്നാൾ സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ഇപ്പോൾ അഭിവന്യ തിരുമനസിന്റെ തൃക്കരം ഒത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും പെരുന്നാളിൻ്റെതായിട്ടുള്ള നേർച്ച ക്രമീകരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലും ഏവരും ഭാഗവാക്കാകണമേ എന്നുള്ള കാര്യം ഈ സമയത്ത് സ്നേഹപൂർവ്വം അറിയിച്ചു.